ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താൻ എന്തിനിങ്ങനെ ഹോൺ അടിക്കുന്നേ? എനിക്ക് ചെവി കേക്കാം. പിന്നെ എത്ര നേരം അവിടെ കാത്തിരിക്കുക? കാത്തു നിക്കണം. പോകാനുള്ളവര് അവരുടെ സൗകര്യത്തിന് വന്ന് വണ്ടിയിൽ കയറുമ്പോ അവരെ കൊണ്ടുപോണം. അതാ തന്റെ ജോലി. അതെ, തനിക്ക് ഇവിടെയുള്ള ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലേ അത് എന്നോട് ചോദിക്കാനും മെക്കെട്ടാനും വരരുത്. എനിക്കാരോട് ദേഷ്യം? പിന്നെ മറ്റേ തള്ളയുടെയും മോളുടെയും കാര്യമാണ് താൻ പറഞ്ഞതെങ്കിലേ എനിക്കതിൽ ഒരു ദേഷ്യവും ഇല്ല, വിഷമവും ഇല്ല. എന്റെ അമ്മയെ പറഞ്ഞ ആരായാലും ഞാൻ തിരിച്ചു പറയും. ആ അനസൂയ എന്ന പെണ്ണിന്റെ ചെകിടത്തൊരെണ്ണം കൊടുക്കാൻ പറ്റാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ. അവരെന്റെ അമ്മയെ കുറ്റം പറഞ്ഞപ്പോ ഞാനും തിരിച്ചു പറഞ്ഞു. അവരിവിടെ നിൽക്കുന്നതും പോകുന്നതും ഒക്കെ അവരുടെ ഇഷ്ടം. താനാണ് കൊള്ളാലോ. ഇവിടെ ഒരു കലാപം തന്നെ സൃഷ്ടിച്ചിട്ട് കൂളായിട്ട് പറയുന്ന കേട്ടില്ലേ? ഇങ്ങനെയാണെങ്കിൽ താൻ ദേഷ്യം വരുമ്പോ ചിലപ്പോ ഇവിടെ ആരെങ്കിലും പിടിച്ച് തല്ലുമല്ലോ. തന്നോടായതുകൊണ്ട് ഞാനൊരു സത്യം പറയാം. പക്ഷെ താൻ ആരോടും പറയരുത്. ഇല്ല, പറയില്ല. താൻ പറയൂ. ഇവിടുത്തെ മാഡം ഇല്ലേ, രമ മാഡം, അമ്മയ്ക്ക് പറ്റി? ഇപ്പോഴൊന്നും പറ്റിയില്ല, പക്ഷെ പറ്റും. രണ്ട് തവണ അവരെന്റെ അമ്മയെ തല്ലി. അതും ചെയ്യാത്ത തെറ്റിന്. ഞാനിവിടുന്ന് പോകുന്ന ദിവസം എന്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എന്തു പ്ലാൻ? അത് താൻ അപ്പ അറിഞ്ഞാ മതി. ഇപ്പൊ താൻ വണ്ടി എടുക്ക്. കുശലം ചോദിച്ചോണ്ട് നിൽക്കുന്നു, എല്ലാം അറിയണം. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ എവിടേക്കാ? മാർക്കറ്റിൽ പോവാ. കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞു. ഓ, സാർ എവിടെയെങ്കിലും പോവാൻ ഇറങ്ങിയതാണോ? എങ്കിൽ ഞാൻ ബസ്സിൽ കയറി പോവാം. എനിക്ക് കൃഷി ഓഫീസ് വരെ ഒന്ന് പോണമായിരുന്നു എന്ന് കരുതി നീ ബസ്സിലൊന്നും പോണ്ട. നിന്നെ മാർക്കറ്റിൽ ഇറക്കിയിട്ട് ഞങ്ങൾ അത് വഴി പോയിക്കോളാം. ആ ഡ്രൈവർ, വണ്ടി എടുക്ക. ശരി സാർ. അല്ല എങ്കിൽ മാടൻ കയറിയാട്ടെ. ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല അച്ഛാ. എന്തെങ്കിലും പണി കൊടുക്കണമെങ്കിൽ ഇപ്പൊ തന്നെ കൊടുക്കണം. അത്രയ്ക്കാ എന്നെ അമ്മ ആ തള്ളയെ മോളും കൂടെ അപമാനിച്ചു വിട്ടത്. മോള് പറഞ്ഞൊക്കെ ശരിയാ. രമയും കുടുംബവും അവരുടെ കൂടെയാ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താൽ അവർക്കൊക്കെ നമ്മളോട് ദേഷ്യാവും. അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നിന്നെയായിരിക്കും. എങ്ങനെയെങ്കിലും നേക്കിന് നിന്ന് അർജുന്റെ മനസ്സ് മാറ്റി നീ അവിടെ കയറി പറ്റിയാൽ പിന്നെ നീയല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നേ.